നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേട്ടാ, നിലമ്പൂരിൽ കോൺഗ്രസ്സിന് ഈ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ പിന്തുണ യാതൊരു ഉടുപ്പുമില്ലാതെ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തു. മതേതരത്വ പാർട്ടിയാണ്, മതേതരത്വമാണ് എന്നൊക്കെ പറയുമെങ്കിലും വി.ഡി. സതീശനെടുത്ത നിലപാട് എന്ന് പറയുന്നത് അവരുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് മത തീവ്രവാദമൊക്കെ അവർ ഉപേക്ഷിച്ച് അവരിപ്പോൾ നല്ല കുട്ടികളാണ് എന്നാണ് പറയുന്നത്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ തെളിവൊന്നുമില്ല. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആര് പിന്തുണ എന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ആ നിലയിലായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം SDP സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപക ദിനത്തിൽ ആൻ്റണി MP ഓഫീസിൽ അവിടുത്തെ നിയോജക മണ്ഡലത്തിലെ SDP മധുരവും കൊണ്ട് പോവുകയാണ്. അത് വളരെ സന്തോഷത്തോടെ വാങ്ങി കഴിച്ചിട്ട് എൻ്റെ മണ്ഡലത്തിലെ ആളുകൾ വന്ന് എനിക്ക് മധുരം തരുമ്പോൾ അത് എന്താണ്, ഞാനൊരു MP ആണ്, ജനപ്രതിനിധിയാണ്, എനിക്ക് അങ്ങനെ രാഷ്ട്രീയം നോക്കാൻ കഴിയില്ല എന്നാണ് ആൻ്റണി പറയുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിന് അവർ കൊണ്ടുകൊടുക്കുന്ന മധുരം ആൻ്റണി MP കഴിക്കുമ്പോൾ ഇതേ ആൻ്റണി RSSൻ്റെയോ മറ്റു പാർട്ടിയുടെയോ സ്ഥാപക ദിനത്തിന് ഈ മധുരം കഴിക്കുമെന്നൊരു ചോദ്യം കൂടെയുണ്ട്. എന്താ തോന്നുന്നത്? രാഷ്ട്രീയം അതിൽ കിടക്കുകയാണോ? പാർത്ത ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ ആൻഡോ ആയിക്കോട്ടെ, ഇവരെല്ലാം ആയിക്കോട്ടെ, ഇവരൊക്കെ പോപ്പുലർ ഫണ്ടോ ജിഹാദികളോ ഉച്ചിഷ്ടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്ലോസറ്റിൽ നിന്ന് മലം എടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവർ കഴിക്കും അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം അവരുടെ വോട്ട് ബാങ്ക് അതൊരു വലിയ പ്രശ്നമായി മാറും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പേടി. അപ്പം ഈ ജിഹാദികളെ പേടിയാണ്, ജിഹാദികളെ വല്ലാതെ പേടിയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം. അവരുമായിട്ട് രഹസ്യമായിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോകും, അവരുമായിട്ട് ബീഫ് കഴിക്കാൻ പോകും, അവരുമായിട്ട് മട്ടൻ കഴിക്കാൻ പോകും, അവരുമായിട്ട് മന്തി കഴിക്കാൻ പോകും, ഇതെല്ലാം കഴിക്കാൻ പോകും. അവർക്കെതിരെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയില്ല. അവരാ കൂടി പറയാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പറയും. അല്ലാതെ ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഈ പറയുന്ന ഈ പോപ്പുലർ ഫണ്ട്, ആ പോപ്പുലർ ഫണ്ട് അവരുടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ നിരോധിക്കപ്പെട്ടതിന് ശേഷം പ്രവർത്തനം നടക്കുന്നുണ്ട്. അതില്ലാതെ കേന്ദ്ര ഏജൻസികൾ ഇടപെടണമെന്നോ അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ലിസ്റ്റും അവരുടെ മറ്റേ എന്താ പറയുക റിപ്പോർട്ടിംഗ് ടീമിൻ്റെയും ഹിറ്റ് ടീമിൻ്റെയും ഒക്കെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതെല്ലാം NIA കോടതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഉറപ്പുള്ള കോൺഗ്രസ്സുകാരെ എവിടെയെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല. അവർക്ക് അങ്ങനെ ഒരു ഉറപ്പില്ല, അങ്ങനെ ഒരു സാധനത്തിന് ഉറപ്പില്ല അവർക്ക്. അപ്പം കോൺഗ്രസ്സുകാർ ഒരിക്കലും പോപ്പുലർ ഫണ്ടിനെതിരെ പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് കിട്ടില്ല എന്നാണ് അവരുടെ പേടി. പക്ഷെ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ പറയുന്ന ഈ പോപ്പുലർ ഫണ്ടിനെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട്, നല്ലവരായിട്ടുള്ള മുസ്ലിം. അതായത് ഈ എന്താ പറയുക, നമ്മൾ മുസ്ലിംസും ജിഹാദികളും രണ്ടും രണ്ടാണ്. ജിഹാദികൾ ഒരിക്കലും മുസ്ലിംസായിട്ട് കണക്കാൻ പറ്റില്ല, മുസ്ലിംസിനെ ഒരിക്കലും ജിഹാദികളായിട്ടും കണക്കാക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു വേർഷൻ. അതുകൊണ്ട് ഞാൻ മുസ്ലിം എന്ന വാക്കുകൾ ഉപയോഗിക്കാറില്ല. അത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ജിഹാദികൾ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് ആരിഫ് ഹുസൈനും പറയുന്ന പോലെ മുസ്ലിമിനെയല്ല നമ്മൾ പറയുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് പറയുന്നതെന്ന് പറയും. അതെ, പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് യഥാർത്ഥത്തിൽ ജിഹാദികൾ. അപ്പം ആ നിലയിൽ തന്നെയാണ് അതിന് പോകുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് സംഭവിച്ച കാര്യം എന്താ, NIA ഈ പറയുന്ന കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒരു സാധനമുണ്ട്, SDP കുറിച്ച് പറയുന്ന സാധനം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ടകൾ 2047 ആവോത്തനം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ടൂളായിരുന്നു SDP എന്നാണ് NIA കണ്ടെത്തൽ. ആ പൊളിറ്റിക്കൽ ടൂളിൽ കൊടുത്തിട്ടിരുന്ന എന്താ പറയുക വർക്കുകൾ എന്ന് പറയുന്നത് ജുഡീഷ്യറിയിൽ കൃത്യമായി SDP ഇടപെടാനുള്ള സംവിധാനം ഉണ്ടാകണം. അതേപോലെ സിവിൽ സർവീസസ്, IPS, IAS ഈ സംവിധാനങ്ങളിലൊക്കെ പട്ടാളത്തിൽ ഇടപെടാനുള്ള സംവിധാനം ഉണ്ടാകണം, പോലീസിൽ ഇടപെടാനുള്ള സംവിധാനം ഉണ്ടാകണം. അങ്ങനെ എല്ലാ തലത്തിലും മാധ്യമരംഗത്ത് ആവട്ടെ ഇവിടെ തുടങ്ങി എല്ലാ രംഗത്തും ജിഹാദികളെ കുത്തിക്കയറ്റി അവിടെ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം വരുന്ന ഘട്ടത്തിൽ ഈ പോപ്പുലർ ഫണ്ടിൻ്റെ നേതാവ് അവിടെ നിന്ന് ഒരു ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ ആ ആജ്ഞ പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും IPSകാരും ഈ പറയുന്ന IRSകാരും സൈന്യത്തിലുള്ളവരും പോലീസിലുള്ളവരും മറ്റേ ജുഡീഷ്യറി സംവിധാനങ്ങളിൽ വക്കീലന്മാരും ജഡ്ജിമാരുമായവരും ഇവരെല്ലാവരും ഈ പോപ്പുലർ ഫണ്ടിൻ്റെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന നിലയിലേക്ക് 2047 ആകുമ്പോൾ ഒരു മുസ്ലിം ഭരണഘടന ഈ ഭാരതത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു കൃത്യമായി ലൈനപ്പ് സ്റ്റോറി ഇട്ട് അതിന് ടാർഗറ്റ് ഇട്ട് ഡെഡ് ലൈൻ ഇട്ട് 2047 എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് അവർ. അതാണ് SDP എന്നാണ്. അതായത് പോപ്പുലർ ഫണ്ടിൻ്റെ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ടൂള്, പൊളിറ്റിക്കൽ ടൂളാണ് SDP എന്ന നിലയിലാണ് NIA പറഞ്ഞത്. ആ SDP കയ്യിൽ നിന്നാണ് ഈ പറയുന്ന ആൻഡോ മധുരം മേടിച്ച് കഴിച്ചത്. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, സ്ഥാപകദിനത്തിൽ. അതായത് അവരുടെ എല്ലാത്തരം അവരുടെ അജണ്ടകളെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു
എന്നുള്ളതാണ് അവരുടെ അടുത്ത് പിടിച്ചു കഴിയുന്നത്. അല്ല, അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഒരു ഉളുപ്പും ഇല്ലാണ്ട് അതിന്റെ ഫോട്ടോ ഇട്ട് താഴെ ചിരിച്ചോണ്ട് നിൽക്കുന്ന വളിച്ച ചിരി നിൽക്കുന്ന ഈ നാട്ടിലെ എന്താ പറയാ ഒന്നും പറയുന്നില്ല. എന്താണ് ഇവിടുത്തെ മതേതരത്വം എന്നുള്ള ചോദ്യം. മാത്രമല്ല RSSO BJPയുടെ സ്ഥാപക ദിനത്തിൽ അല്ലെങ്കിൽ RSSന്റെ സ്ഥാപക ദിനത്തിൽ ഒരു മധുരവും കൊണ്ടുപോയി ആന്റണിയുടെ ഓഫീസിൽ പോയി മധുരം കൊടുത്താൽ അയാൾ അത് സ്വീകരിക്കുമോ? അയാൾ സ്വീകരിക്കുകയായിരിക്കും, പക്ഷേ അയാൾ ഫോട്ടോ ഇടാൻ സമ്മതിക്കില്ല. അയാൾ ഓസിക്ക് കിട്ടിയ ആസട്ടും കുടിക്കും. അയാൾ കോൺഗ്രസ്സുകാരെ കുറിച്ച് അങ്ങനെ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഓസി കിട്ടിയ ആസട്ടും കുടിക്കും. പക്ഷേ അയാൾ പറയും ഫോട്ടോ എടുക്കില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഞാനെങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് അതേ ആള് എന്നെ പിറ്റേ ദിവസം പുറത്തിറങ്ങി പ്രസംഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോദി മറ്റേ തൃശ്ശൂലത്തിൻ്റെ മുകളിൽ മറ്റേ തൂങ്ങി ഗർഭത്തിൽ മറ്റേ എന്തൊക്കെയാണ് ഇവരെ കാണിച്ചു വിട്ടെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. അതായത് ഇത്രേ ഉള്ളൂ, ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിനെ അല്ലെങ്കിൽ SDPയെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടും കൂടെ പോകുമെന്നുള്ള ഒരു ചിന്ത, ഒരു തെറ്റായ ചിന്ത എന്ന് അടിവരയിട്ട് പറയാം. അങ്ങനെ ഒരു ചിന്ത ഇവർക്കിടയിൽ കൃത്യമായിട്ടുണ്ട്. അതായത് ഈ NIA കണ്ടെത്തില്ലാത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ മൊത്തം കൺട്രോള് ഇവരിലേക്ക് വരണം എന്ന തരത്തിലേക്കുള്ള ഒരു അജണ്ട ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാരതത്തിലുള്ള മുസ്ലിം പോപ്പുലേഷൻ്റെ മൊത്തം കൺട്രോള് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPൻ്റെയും കയ്യിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം, അങ്ങനെയുള്ള ടാർഗറ്റ് അവർ കൃത്യമായി കണ്ടിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ ഈ SDPൻ്റെ പിന്തുണ വേണം, കാല് പിടിക്കണം വേണം. അപ്പോൾ അന്ന് പോയി കാല് പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ കാല് പിടിച്ച് കൂട്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നായിരിക്കും ആൻ്റെ പോലെയുള്ള ആൾക്കാരെ വിചാരിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗൊക്കെ എടുക്കുന്ന ഒരു റോള് SDPIക്ക് കിട്ടണം, ആ രീതിയായിരുന്നു. അല്ലെങ്കിൽ SDPIയിലൂടെ അത് സ്വന്തമാക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടണം എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായും മുസ്ലിം ലീഗൊക്കെ നമ്മളെ പേരിനൊപ്പം മുസ്ലിം ഉണ്ടെങ്കിലും അവർ തീവ്രമല്ല, വളരെ മതേതരത്വം വയ്ക്കും. നമുക്ക് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ ഒപ്പം അവരൊക്കെ പെരുന്നാളിൽ നമ്മളെ വീട്ടിലേക്ക് വിളിക്കാറുള്ളതാണ്, നമ്മളൊക്കെ പോകാറുള്ള, ഭക്ഷണം കഴിക്കാറുള്ളതാണ്. അവർക്കൊന്നും ഇത്ര തീവ്ര നിലപാടൊന്നുമില്ല. അവരൊക്കെ സാധാരണ മനുഷ്യരായിട്ടാണ് ഞാൻ കണക്കാക്കാറ്. പക്ഷേ ഈ ഇപ്പുറത്തുള്ള ജിഹാദി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ, അവരുടെ ലൈനാണ് വളരെ ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കിപ്പം എന്താ പറയുക, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാണക്കാട് കുടുംബം എന്നും ആ നാട്ടിലെ ഹിന്ദുവിനോ മുസ്ലിമൊന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം. പാണക്കാട് കുടുംബത്തിലേക്ക് ഒരു ഹിന്ദു യുവാവ് അല്ലെങ്കിൽ ഒരു ഹിന്ദു അമ്മ ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായി ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അവർക്ക് അത് പകുതി നടന്നു എന്ന് നമുക്ക് പറയാം. അവിടുന്ന് കാണേണ്ടവരെ കണ്ട് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നടന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ നിലയാണുള്ളത്. അതും ഇത് രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആണ്. അത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനത്തിന് അവിടെ നിന്ന് ലഡു കഴിക്കുകയോ ബിരിയാണി കഴിക്കുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളതിനെ അടിയിൽ പോയി നമുക്ക് വേണമെങ്കിൽ ഒന്നും പറയേണ്ടതില്ല. പക്ഷേ SDPയെ പോലുള്ള തീവ്ര ജിഹാദി മൈൻഡുള്ള ഒരു ടീമിൻ്റെ അടുത്തുനിന്ന് ഈ ലഡു മേടിച്ച് കഴിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അതിനെതിരെ സതീശനും ഉണ്ടാട്ടമില്ല, ചെന്നിത്തലയ്ക്കും ഉണ്ടാട്ടമില്ല, കോൺഗ്രസ് നേതാക്കൾ ഒക്കെ പോട്ടെ, കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് പോലും ഉണ്ടാട്ടമില്ല. അല്ല, അങ്ങനെ പറയൂല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിത് മുമ്പ് കേട്ടിട്ടുള്ളതാണല്ലോ, മാദിനീനെ പിടിച്ചുകൊണ്ട് പോകുന്നതും മാദിനീനെ പിന്നെ ജയിലിൽ പോയി കാണുന്നതും മാദിനി വന്ന സമയത്ത് ഇലക്ഷൻ പ്രചരണത്തിന് കൂടെ കൂട്ടുന്നതും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനേക്കാളും വലിയൊരു സാധനമാണല്ലോ മാദിനി എന്ന് പറയുന്നത്. മാദിനി കേരളത്തിലെ എത്രയോ വലിയ വർഗീയ ലഹളകളും വർഗീയ സംഭവങ്ങളും നടത്തി പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ്, എത്ര പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ കൂടി ഇരുത്തി പിണറായി വിജയനെ VS അച്യുതാനന്ദൻ വരുന്ന സമയത്ത് ഞാൻ ഇരിക്കുകയും മാദിനിനെ കാണുന്നതിന് എണീറ്റ് വായോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ നിലപാട്. അത് അത്ര മാത്രമേ ഉള്ളൂ. ആ നിലയിൽ മാത്രമാണ് അതിനെ കാണാനുള്ളൂ. ഇവരുടെ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ SDPനെയും പിണക്കി കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് ഒന്നാകെ പോകുന്നുള്ള വിചാരം ഇവർക്ക് അതിശക്തമായിട്ടുണ്ട്. എന്തായാലും അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം, അതിനായിട്ടുള്ള ഒരു തിരുത്തലിൻ്റെ ഒരു കാലഘട്ടം അനിവാര്യമായി വന്നു ചേരും തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതാണ് ഇവരുടെ മതേതരത്വ നിലപാട്. തീർച്ചയായും.